എളുപ്പത്തിൽ അതിനെ ഈ വാലും പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പം ആക്ച്വലി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലും. നിങ്ങളിപ്പം ചോദിച്ച പോലെ തന്നെ എനിക്കും ചോദ്യമുണ്ട്. പുള്ളിക്കാരൻ അത് പെട്ടെന്ന് ചെയ്താൽ എനിക്കും സന്തോഷം സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവിക്കട്ടെ. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. ലൊക്കേഷൻ്റെ അടുത്ത് നിന്ന് ഒരു വിളി, ഹരീഷ് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ബാഗ് എടുത്ത് ചെയ്യാൻ പോകും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം യെസ്, കൈവി ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും നോക്കാറുള്ളതാണ്. ഇപ്പം AR-റഹ്മാനിലെ കഥാപാത്രം കുറച്ച് നേരമെങ്കിലും എപ്പോഴും ആ വില്ലനിസം അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമോ അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരുപാട് മീറ്റർ ഓവർ ആക്കാതെ കറക്റ്റ് അത് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ശരിയായി ആ ട്രെയിലർ കാണുമ്പം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന്. എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ? എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷനുമില്ല. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് 2010 ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷനുമില്ല. ഞാൻ അധികം സിനിമ കാണുന്ന ആളല്ല. പക്ഷേ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ഒരു 3 കൊല്ലം പോസ്റ്റായിരുന്നു, വീട്ടിലായിരുന്നു, ഒരു വർക്കും ചെയ്തില്ല. പക്ഷെ ആ ഒരു 3 കൊല്ലത്തിലൊരു എന്തോ ഒരു സിനിമയോടുള്ള ഒരു പാഷനായിട്ട് മാറി. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഒരു ആക്ടറിൻ്റെയും ജേണിയാന്ന് തോന്നുന്നു. എനിക്ക് എവിടെയോ ഒരു 2017-18 ഒക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ 2018 ഞാനത് നിർത്തി. ഞാൻ ആ കോപ്പ് റോളും അല്ലെങ്കിൽ ടിപ്പിക്കൽ വില്ലൻ എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി. പിന്നെ സുഴൽ എന്ന് പറയുന്ന സീരീസ് വന്നു. ഇപ്പം മനോരഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു പെർഫോമറിന് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് എനിക്കും. സോ ഇതിപ്പം ARM അതിലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഇതുപോലെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഐ എം ട്രൈങ് ടു ബി എന്താ പറയുക കെയർഫുൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഈ 2018 കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ച് നല്ലത്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടും ഉണ്ട്. അപ്പം താങ്ക് യു. എന്താ പറയുക, ഇതുവരെ എനിക്ക് കഥാപാത്രങ്ങൾ തന്ന ഡയറക്ടേഴ്സിനും ഇങ്ങനെ വേറെ രീതിയിൽ എന്നെ യൂഷ്വലി കാണുന്ന ലൈറ്റിലല്ലാതെ വേറെ രീതിയിൽ കാണുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ഥിരം വില്ലൻ, സ്ഥിരം പോലീസുകാരെന്നുള്ള ഒരു എല്ലാവരും വിളിക്കുന്ന എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇയാൾ എന്താ എപ്പം നോക്കിയാലും പോലീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതെന്നെ എനിക്കും തോന്നിയത്. പക്ഷെ അത് എന്താണെന്നറിയോ, ഞാൻ ആ ഒരു 3 കൊല്ലം എനിക്ക് പണിയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീട്ടിൽ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഡെസ്പറേറ്റ്നെസ്സിൽ ഞാൻ വന്ന സിനിമകളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു. തമിഴ്, തെലുഗു, മലയാളം എല്ലാം ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു. പക്ഷെ ആ ഒരു ജേർണിയിൽ ഏതോ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ ഒരാൾ ചോദിച്ചതാ, അന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം എന്തായാലും താങ്ക് യു. ബട്ട് അതൊരു ജേർണിയാന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഇപ്പം കുറേ മാറ്റമായി. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എനിക്ക്. സോ ഒരുപാട് സന്തോഷം. അപ്പോൾ അജയന്റെ 2ാം വർഷം സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അതിന്റെ വ്യാജ പ്രിന്റ് ഇറങ്ങിയത്. കണ്ടിട്ടുണ്ടാവും, ന്യൂസിൽ വാർത്ത കണ്ടിട്ടുണ്ട്. അത് സിനിമയെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അജയന്റെ 2ാം വർഷം എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് 118 ദിവസം ഷൂട്ട് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പൈസ ഇറക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ബ്ലഡ് ആൻഡ് സ്വെറ്റാണ് അതിലിട്ട് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ അതിനെ ഈ വാലും പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പം ആക്ച്വലി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുവാണ്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് നിങ്ങളിതിപ്പം OTT എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് OTT വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടോ. പക്ഷേ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൈറേറ്റഡ് വേർഷൻസ് ഒക്കെ കാണുന്നത് അത് ഭയങ്കര മോശമാണ്. ഭയങ്കര സങ്കടമാണ്.